ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതുപോലെ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തണുത്ത നാരങ്ങ വെള്ളമൊക്കെ കിട്ടുന്ന സമയത്ത് അത് വലിച്ച് കുടിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചുടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. ചൂട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ഒരുപാട് അസ്വസ്ഥതകൾക്ക് പരിഹാരമുള്ള ഒരു കാര്യമാണ്. ശരീരത്തെ വിഷമുക്തമാക്കാനും ശരീരത്തിലെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കാനും ഈ പാനീയം സഹായിക്കുന്നതാണ്. ഇത് കുടിക്കുന്നത് വഴി ശരീരത്തിന് പ്രതിരോധ ശക്തി ലഭിക്കുകയും നെഞ്ഞെരിച്ചിൽ, വായ്നാറ്റം, ചർമ്മത്തിലെ ചുളിവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതുമാണ്. തൈറോയിഡ് ഗ്രന്ഥി, വൃക്കഗ്രന്ഥികൾ, ലസിക ഗ്രന്ഥി എന്നിവയെ അണുവിമുക്തമാക്കുകയും ശരീരത്തിലെ കുരുക്കളും വേദനകളും ഇല്ലാതാക്കിയിട്ട് മനസ്സിന് നല്ല സുഖം തരികയും ചെയ്യും. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാരോഗ്യം ലഭിക്കുകയും ചെയ്യും. എന്നും ചൂട് ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നത് വഴി ചർമ്മത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. ഇത് വായയിലെ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിച്ച് വായ്നാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കും. ശ്വസനം ശുദ്ധമാക്കി വെക്കാനും രാവിലെ ഇത് കുടിക്കുന്നത് പല്ലുകൾക്ക് വളരെ നല്ലതാണ്. എല്ലുകൾക്ക് നല്ല ശക്തി നൽകാനും ചൂട് ചെറുനാരങ്ങ വെള്ളത്തിന് കഴിവുണ്ട്. അപകടങ്ങൾ പറ്റിയാൽ അത് ഉണങ്ങാൻ സഹായിക്കുന്നതാണ്. സ്ട്രെസ്സുകളൊക്കെ മാറ്റി ശരീരാവയവങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കാനും ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. പാചകം ചെയ്യുന്ന സമയത്ത് കരിഞ്ഞുപോയ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരൊറ്റ വിസിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചെറുനാരങ്ങ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കുക്കറിനുള്ളിലെ എല്ലാ അഴുക്കുകളും പോയി കിട്ടും. അതുപോലെ കരി പിടിച്ചത് മുഴുവനായിട്ട് തന്നെ നമുക്ക് നീങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഇതിലെ വെള്ളമൊക്കെ മാറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിലെ അഴുക്കുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടുക്കി പിടിച്ച പാത്രങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടോടുകൂടി ഉരച്ച് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.